ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫ്രീ ഫയർ മാച്ചിലാണ്. ഫ്രീ ഫയർ മാച്ചിൽ നമ്മുടെ സ്വന്തം എന്തിലാണെന്ന് ചോദിച്ചാൽ ബാറ്റർ റോയൽ വിയർ റാങ്കുഷാണ്. നമ്മളിപ്പോൾ എന്താ എക്സ്ട്രാ മാപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലെങ്ങനെയും ബൂയി അടിക്കലാണ്. കാരണം ഞാനിപ്പോൾ കുറേ നേരം 2 മാച്ച് 8 മാച്ച് 20 മാച്ച് 80 മാച്ചൊക്കെ കുറേ കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്തായാലും വീണ്ടും കളിച്ച് പ്രോപ്പർ ഗെയിം പ്ലേ ഒക്കെ അടിച്ചൊരു കട ചെയ്യാമാണ് ഗൈസ്. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്വന്തം ഗെയിമിംഗ് റൂമിൻ്റെ ഒക്കെ വീഡിയോസ് ഇനിയും തൊട്ടടുത്തായിട്ട് വരുന്നതാണ്. പിന്നെ അതുമാതിരി നമുക്ക് 9 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഫോർ 9 സബ്സ്ക്രൈബേഴ്സ്. അത് 100K എത്തിക്കുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നിപ്പോൾ നെക്സ്റ്റ് ട്രെയിലാണ്. നെക്സ്റ്റ് ട്രെയിൽ എവിടെയെങ്കിലും പോയി ഇറങ്ങാം. ഞാൻ മാപ്പ് നോക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ കൂള് കണ്ടിരിക്കണ എവിടെയെങ്കിലും പോയി ഇറങ്ങാനാണ്. എന്നാൽ ശരി, ഇവിടെ പോയിട്ട് കാരണം എനിക്ക് ഇവിടെ അഡ്മിഷൻ ഇടുക. ഞാൻ കോഡയുടെ ആണ് എടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പ്ലാറ്റിനം മണ്ണാണ്. ഇങ്ങനെയൊക്കെയോ ഗോൾഡിൽ ചാടിപ്പിടിച്ച് കളിച്ച് കളിച്ചതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അല്ല, നമ്മുടെ ഇതെന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും ഫ്രീ ഫയർ കളിക്കുക, ഹീറോയ്ക്ക് അടിക്കുക. ഹീറോയ്ക്ക് ശേഷം കളി വരുന്നത്. ഞാൻ ഹീറോയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഗെയിം കളിക്കില്ല. അതുവരെയാണ് എൻ്റെ ഈ കളി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര നാളെ ഞാൻ ഫ്രീ ഫയർ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോൾ 2 years ഓൾഡായിട്ടും എനിക്ക് എന്തില്ല, ഇതൊന്നുമില്ല, പേര് അങ്ങനെ ഒന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടും പോലില്ല. എനിക്ക് ആ പരിപാടി എനിക്ക് ആരും തന്നിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ പിന്നെ ഞങ്ങളൊരു കാര്യം പറയാം. നമുക്ക് ഒരു എനിമീനെ കാണുന്ന ഒരു കാര്യം പറയാം. എനിക്ക് കൂളായിട്ട് ഇഷ്ടപ്പെട്ട ഗണ്ണ്, അതായത് നമ്മുടെ സ്വന്തം എന്തല്ലേ ഫ്രീ ഫയർ മാക്സിൽ BR കളിക്കുമ്പോൾ CS കളിക്കുമ്പോൾ വേറെ ഗണ്ണാണ് ഞാൻ ഉപയോഗിക്കുക. അത് ആദ്യത്തെ ഗണ്ണ്. CS കളിക്കുമ്പോൾ ഞാൻ ഏതാണ് കൂടുതലിടുക? ഇവിടെ ഒരു എനിമി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു എനിമി ഇറങ്ങുന്നുണ്ട്. അവൻ നോക്കി തരുന്നു. അവൻ MP5 ആണല്ലേ. സ്കാർന്ന് ഒരു MP5 എടുക്കാം. അത് പിന്നെ ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞ വിഷയം എന്തായിരുന്നു? ഞാൻ മറന്നു. എന്തായിരുന്നു ഞാൻ മറന്നു. അതാ എൻ്റെ ഫേവറേറ്റ് ആയ ഗൺസിൽ കുറച്ചുള്ളതാണ് P90 MP40. അതാണ് ഞാൻ BRൽ ഉപയോഗിക്കുക. P90 MP40 ആണ് ഞാൻ BRൽ ഉപയോഗിക്കുക. പിന്നെ അതുമാതിരി തന്നെ ഞാൻ CS ഉപയോഗിക്കണ ഗണ്ണെന്ന് പറയുന്നത് CS ഉപയോഗിക്കണ ഗണ്ണ് ഏതാ? CS ചിലപ്പോൾ ഡെസേർട്ടുകളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഡെസേർട്ടുകളും AWM ആണ് ഞാൻ കൂടുതൽ ഓടിക്കുക. പിന്നെ അല്ലെങ്കിൽ M187 വെച്ച് കളിക്കും. ഞാൻ എന്താ ഇവിടെ നിന്ന് വട്ടം ഞാൻ പോട്ടെ. ഞാൻ ഇവിടെ നിന്നിട്ട് ഇറങ്ങാം. നമുക്ക് ആ ജീപ്പ് എടുക്കാൻ കഴിയും. പിന്നെ അതുമാതിരി നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യുക, നമുക്കൊന്ന് സപ്പോർട്ട് കാണിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാകുമ്പോൾ അതുവരെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഇതാക്കുക. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ 2 ദിവസമായിട്ട് PC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അതായത് PCയുടെ വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ എനിക്കാൻ എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് സഹകരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ എഡിറ്റിങ് അധികം അറിയില്ല, അതാണ് വേറെ വിഷയം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഒന്നും എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ എപ്പോഴും ഒന്നിങ്ങനെ നോക്കണം. ഞാൻ ആ കോഡ് കാണുന്നതാണ്. നമുക്കെന്നാ സിപ്വേയുടെ അവിടേക്ക് പോകുന്നത്. സിപ്വേ അതായത് ഇനി രസമായിരിക്കും അങ്ങോട്ട് ആയിരിക്കും. ഞാൻ സിപ്പ് എടുക്കുന്നുണ്ട്. സിപ്പോട് കുറച്ച് ദൂരമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സിപ്വേക്കാണ്. അവിടെ പോയിട്ട് ആലോചിക്കാൻ പോണ വഴിക്ക് ഏതെങ്കിലും കൂട്ടുകാരന്മാരെ കണ്ട അവനെ നോക്കി ചെയ്ത് പോവുക. നമ്മൾ സോളോ സ്കോഡോ ആണോ കളി എനിക്ക് അറിയില്ല. ഞാൻ സ്കോഡ് ഇട്ടിട്ട് എക്സ്പെക്ട് റിക്വസ്റ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. ഞാൻ സോളോ തന്നെ ആയിരിക്കുന്നു. അത് സോളോ ഞാൻ ഈ കോയിൻസാണ് ഇതിൽ കൂടുതൽ എടുക്കുക. കാരണം എനിക്ക് നമുക്ക് ആ ഗോൾഡ് റോയലൊക്കെ അല്ലേ, അതൊക്കെ പിന്നെ ഡയമണ്ട്സൊക്കെ വേണ്ട നമുക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ ഫ്രണ്ട്സിനെ വെച്ച് കളിക്കാത്തതുകൊണ്ടല്ല, അവരാരും വരാത്തതുകൊണ്ടാണ്. നമുക്ക് ഇവിടുന്ന് ലൂട്ടെടുക്കാം. എന്താ ഹീലർ കിട്ടി. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എന്തായാലും ചിലപ്പോൾ അറിയണതായിരിക്കാം, ചിലപ്പോൾ ഞാൻ പൊട്ടത്തരാണ് പറയണത് ആണെങ്കിൽ ഞങ്ങൾ പറയാം. കാരണമുണ്ട്. നമ്മുടെ ഇത് കളിക്കുമ്പോഴേ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും BR കളിക്കുമ്പോൾ
എപ്പോഴും എന്ത് ചെയ്യണം, മെഡിക്കറ്റ് എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഇൻഹേലർ, ഒന്നല്ലെങ്കിൽ മെഡിക്കറ്റ്, അത് ഒക്കെ എന്ത് വേണം, നമ്മൾ കരുതിയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബിയറിൽ. ഓക്കെ, അത് എപ്പോഴും എന്ത് വേണം, നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. ഞാനിപ്പോൾ അതാണ് എൻ്റെ പരിപാടി കണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയോ ഇതുള്ളൂ മെഡിക്കറ്റ്. പക്ഷേ അവസാനം എത്തുമ്പോൾ ചിലപ്പോൾ 18 എത്ര ഉണ്ടാവും. കണ്ടോ, ഇപ്പം അതിന് 21 എത്ര പ്ലേയേഴ്സായി ഉണ്ടോ. എനിക്ക് MP40 കിട്ടണില്ല. MP40 കിട്ടണം. എനിക്ക് MP40 P90 ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ എടുത്തിരിക്കുന്നതും. ഇതാ P90 ഉണ്ട്, പക്ഷേ P90 കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ റെഡ് ക്രിമിനലിൻ്റെ ബണ്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അത് എടുത്തിട്ടില്ല. കാരണം നമുക്കത് എടുക്കണം എന്നുണ്ട്, പക്ഷേ എൻ്റെ ഡയമണ്ട്സ് ഇല്ല മാത്രം. വളരെ ഫുൾ കോയിൻസ് ഉള്ളു പറക്കിയിട്ട് പോവാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇതറിയോ എന്ന് ചോദിച്ചറിയില്ല. എത്ര ഐറ്റം എടുത്ത് ചാടിയാലും നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എവിടെയോ എമ്മീയുടെ സ്മെല്ലടിക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തുണ്ടെന്ന് തോന്നുന്നു. ഇവരുണ്ട്, ഒരുത്തം ഇവിടെ ഉണ്ട്. കണ്ടിട്ടില്ല. ഓ, ആ വേണു. ഓക്കെ, അവന് കിട്ടിയിട്ട് അതൊക്കെ അവന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യത്തിന് അവൻ്റെ നമ്മളുടെ പണി കഴിയും. അവൻ്റെ ഇടപെടുമ്പോൾ പന്നി. ഞാനതാണ് അതിനെ ശ്രദ്ധിച്ചറിയുന്നത്. അവൻ അവിടുന്ന് പോയി തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം. ഇവിടെ ചിലപ്പോൾ അവൻ്റെ ഇടപെടുമ്പോൾ മതി നമ്മളെ വണ്ണും, അല്ലെങ്കിൽ വുഡ് പേക്കർ എന്തായാലും പോയി. ഓക്കെ കൊണ്ട അപ്പോൾ ഞാനാണ് നമ്മുടെ തന്നെ MP40 എന്താണ് ബാക്കൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഓ, ഹിറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. വേണ്ട, ഇതെന്തായാലും കൈ പിടിക്കാം. ഇതും കയ്യിൽ പിടിക്കാം. 4x സ്കോപ്പ് ആവശ്യം വരുന്നുണ്ടാവും. ഇപ്പം എങ്ങോട്ട് പോകണ്ട? നമ്മുടെ വണ്ടി ഇവിടെ. ഇനി ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ട്? പിന്നെ നമുക്ക് മാക്സ് 7 സ്കിന്ന് കിട്ടിയിട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താണെന്നറിയില്ല. ഇന്ത്യയിൽ ഫൈനൽ ഫൈറ്റ് 10 ലൈവ്. ഇനി 5 ലൈവ് വെച്ചാൽ വീണ്ടും ഫൈനൽ ഫൈറ്റ് വരും. ഇതാണ് ഇപ്പം ഞാൻ ഓക്കെ. അവിടെ ഒരുത്തനെ കണ്ടു. അവിടെ ഒരുത്തനെ കണ്ടു. അവൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ചിലപ്പോൾ റേസ് സ്റ്റാർ ആണെങ്കിലോ വെറുതെ കേട്ടോ. ഓക്കെ, അവൻ കണ്ടില്ല. ഇവിടെ ആയിരുന്നല്ലോ. അവൻ അടിക്കണ്ട. അവിടെ ഇരിക്കുന്നു വിട്ടോ. അവൻ നമ്മളെ പണ്ടും ചിലപ്പോൾ അവനെ റിവഞ്ച് അടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു എവിടെ അവൻ റിവഞ്ച് അടിക്കാതെ പോകണം. അവ അവിടെ നിന്നിട്ടാണ് അടിക്കുന്നത്. അവ അവിടെയാണ്. അവ എവിടെ? പന്നി ചേടാ, എനിക്കറിയായിരുന്നു. എന്താ ഞാൻ പറഞ്ഞില്ല അവൻ്റെ ലാസ്റ്റ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്. ചേ, അത് പേടിക്കുന്ന കാര്യം. നമുക്ക് ഇനി ഒരു CS കൂടി കളിക്കാം. എനിക്ക് വിഷമമായിട്ടോ. കാരണം നമ്മൾ VR അടിക്കാൻ വേണ്ടി കയറുന്നില്ല. പ്ലാറ്റിനം 1 എന്നാൽ ഒരു വട്ടം കൂടി കളിക്കാം അല്ലേ? എന്നാൽ ശരി, നമുക്ക് ഒരു വട്ടം കൂടി കളിക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോ കൊണ്ട് എൻഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്നാലും അത് എനിക്ക് ഇഷ്ടമായില്ല ഗൈസ്. എന്താ ഗ്ലോസ് സ്കിന്നർ കിട്ടിയോ? എടാ, അത് എന്തൊക്കെ കൂടുന്നോറും ഗ്ലോസ് സ്കിൻ കിട്ടിയില്ല. ഇത്രോടുന്ന് 24 മണിക്കൂറുള്ളൂ ഗ്ലോസ് സ്കിന്. അതൊരു കേടാ. പിന്നെ നമ്മൾ മാക്സിമം വേണ്ടിയിരുന്നു. ഇനി ഇതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ക്ലൈം കൊടുക്കാം. പെട്ടെന്ന് ക്ലൈം ചെയ്ത് പോവാം.
ന്യൂസ് മിഷൻസ് എന്താ ഇത് ഒക്കെ പെട്ടെന്ന് ക്ലൈം ചെയ്യാം. ബൂയാ പാസ് ഉണ്ട്. ലക്കി റോഡ് എന്താ ഗോൾഡ് ആണ്. ഓ ഇതിനാണോ അങ്ങനെ ഞാൻ കിട്ടുന്ന വിചാരിച്ചു. എന്താ പിന്നെ ഇവൻസിൽ എന്താ ഇനി ഒന്നുമില്ലല്ലോ. ബൂയാവാസില്ല എന്താ റാങ്ക് എന്താ റാങ്ക് നോക്കട്ടെ. റാങ്ക് ഓ ഓ നമ്മുടെ ഉണ്ടല്ലേ. നമുക്ക് CS വാങ്ങിക്കണോ വേണ്ടല്ലേ. XP ലെവൽ കൂട്ടുള്ളതൊന്ന് വാങ്ങിച്ചു വയ്ക്കുന്ന 1500 ഇതിന് അങ്ങനെ ഷൂ വേണ്ട. വേണ്ട അത് കാട്ടിരിക്കട്ടെ. ഞാൻ ബിയർ കളിക്കാം ഗൈസ്. ഇതെന്താ ഇത് ലോഡായോ? ഞാൻ ലോഡാ കിട്ടുമല്ലോ വലുത്. അപ്പോൾ അതായത് നമ്മൾ അടുത്തത് ഇപ്പോൾ വേറെ ഒരു കളി തുടങ്ങുകയാണ്. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവരാരും ഇല്ല ഉണ്ടോ ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ഈ ഇതാകാനോ നമ്മുടെ ചാനൽ കാണാത്തവർക്കൊന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കേ അല്ല ഇതാക്കിയേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അയ്യോ പറ്റില്ല. ശരി ഇതിലെന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ചിലപ്പോൾ തോലും ലഹരി ഗ്രോസ ഓ 203 ശരി. നമുക്ക് ഈ കളിയിൽ നിന്ന് ഗ്രോസ വെച്ചിട്ട് കളിച്ച് നോക്കാം. ഈ ഒരു കളി 203 കൊടുക്കണം. എന്തായാലും 203 കൊടുക്കണം. അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ വെച്ചിട്ട് കളിക്കാം. ഓക്കെ നമുക്ക് ഗ്രോസ വെച്ചിട്ട് കളിക്കാം. അയ്യോ ഇത് സോൾഡ് ഔട്ട് ആയില്ല. ഇവരെനിക്ക് ഇതന്നെയല്ലോ. കണ്ട 203 കൈസ് കൊടുക്കണം. അപ്പോൾ ലെവൽ 40 ആൾക്കാരുള്ള കൈസ് നമുക്ക് തന്നെ വെച്ച് കളിക്കാം. ഗ്രോസ് കിട്ടണം. കാരണം പിന്നെ വേറെ എന്തെങ്കിലും സൈഡായിട്ട് കളിച്ച് അടിപൊളിയായിരിക്കില്ലേ. എന്തായാലും ഞാൻ ഇവിടെ പോയിട്ട് അറിയുന്നില്ലേ, കുറേ ദൂരമൊന്നും പോട്ടെ. എന്നാലും നമുക്ക് പതുക്കെ അതാണ് കയസ് പതുക്കെ പോയടിക്കാലോ. ഓക്കെ അവിടെ ഇവിടെ റിഫൈനറിയിൽ തന്നെ പകുതി മുക്കാൽ ആൾക്കാർ പോയി ഇറങ്ങുന്നുണ്ട്. റിഫൈനറിൽ എത്ര ആൾക്കാരാടാ? ഞാൻ ഇങ്ങോട്ട് പോട്ടെന്നാ. ഇവിടെ ഒരാളല്ലോ അല്ല 2 ആളുള്ളൂ. എല്ലാവരും അടിയിലാണ്. അല്ലാണ്ട് 3 ആൾക്കാരുണ്ട്. എന്നിട്ട് ഞാൻ പണിയാണോ? ഓടോ P90 രക്ഷോട്. എക്സാമേറ്റും കിട്ടി. എക്സാമേറ്റ് നേരം ഇത് കളിച്ചേക്കാം. നമ്മളൊരു ഇതുമില്ല കേട്ടോ. നമ്മളിനി സിഗ്മ പ്ലേയേഴ്സിന് മാത്രമേ കളി. ഇവിടെ ഇനി പ്ലേയേഴ്സ് ഉണ്ടോ? ഞാൻ നേരത്തെ കണ്ടതാണല്ലോ. ആണുങ്ങളാച്ച വാടാ, പെണ്ണുങ്ങളാച്ച വരല്ലേ. ഓക്കെ ഓടോ ബണ്ണി ഷാർക്കിന്റെ ബണ്ണി. അയ്യേ ഇനി സീരിയസാ. അവന്മാർക്ക് 2 കൊടുത്തില്ലെങ്കിൽ എനിക്ക് സുഖം കിട്ടില്ല. അയ്യേ എന്നെ പണിയാണത്. അവിടെ ഉണ്ട് അവിടെ അവൻ ഗ്ലൂഡ് കളിക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോൾ കാണിച്ചു കൊടുക്കാം. എന്താ എന്നോട് അവന്മാരെ കളി. ഞാൻ സ്റ്റാർക്കിൻ്റെ അണ്ണീനെ അഞ്ചാ ഞാൻ കാണിച്ചു തരാം. അയ്യേ എടാ ഗണ്ണൊന്നും ഇല്ലൂടെ വേറെ. M187 കളിക്കാൻ പറ്റുമെന്ന് ഭഗവാൻ അറിയാം. ഇവിടെ മുകളിലൊരുത്തുണ്ട്.
അയ്യേ എന്നാ ശരി, ഇത് ഇവിടെ വെച്ച് തീർത്താടി. സീരിയസ് റാങ്കൂഷ്യം അയ്യേ -3. അപ്പോൾ ശരി ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് CS കളിക്കണോ വേണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഒന്നും ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരണമായിരുന്നു. അയ്യേ ന്യൂവാൻ ഗെയിം പ്ലേ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ അത്യാവശ്യം ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നാൽ ശരി, ഒരു ലോൺ വൂഫും കൂടി കളിച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ അന്ന് തന്നെ കമൻസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല ബ്രോ നല്ലപോലെ ബ്രോൻ്റെ ഒക്കെ മാറിയിട്ട് നല്ലപോലെ കളിച്ചാൽ മതി പറഞ്ഞു. എടാ പിന്നെ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഇട്ടാ. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയില്ല 1v1 ഒക്കെ കളിക്കുമ്പോൾ മിനിമം കോടേനെ വെച്ച് കളിക്കാൻ നോക്കിട്ടാ. ഞാനൊക്കെ എന്താ സ്കൂളിൽ കോടേനെ വിളിക്കുക വെച്ചാൽ സോഡ എന്നാണ്. സ്നൈപ്പർ പ്ലെയർ ആണോ? സ്നൈപ്പർ പ്ലെയറാ ഓനോട് അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ടോ? സ്നൈപ്പർ പ്ലെയറാ. ഓക്കെ 123 കൊടുക്കുന്നുണ്ട്. എനിക്കിത് സ്നൈപ്പർ വെച്ച് ഇങ്ങനെ കളിക്കാറുണ്ടല്ല, എനിക്കിത് കളിക്കാറുണ്ടല്ലേ. നമ്മളിത് കളിക്കാച്ചാ സാധാ ഷോർട്ട് ഗണ്ണൊക്കെ വെച്ച് കളിക്കില്ലേ, അതേമാതിരി നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ചെക്കൻ സീനായിട്ടാണ് കാഴ്ച കളിക്കണേ. നല്ലൊരു സീൻ ഗെയിം പ്ലേ ആണ് ഗൈസ് ഇവിടെ നമ്മളിപ്പോൾ ചെക്കൻ്റെ കണ്ടത്. പിന്നെ അതുമാതിരിയാണ് ഗൈസ് നമുക്ക് പിന്നെ നല്ല ഗെയിം പ്ലേ വേണം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ചെക്കൻ്റെ ഗെയിം പ്ലേ, അതേമാതിരി നമുക്ക് നല്ലപോലെ കളിക്കാറാണ് കേട്ടോ ഗൈസ്. ഓക്കെ ചെക്കന് അഹങ്കാരം കൂടിയെന്ന് തോന്നുന്നു. അപ്പം അതിനെളുപ്പം കൊടുക്കാം.